പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തീർച്ചയായിട്ടും ആ പദവി ഒഴിയേണ്ടി വരിക തന്നെ ചെയ്യും. മകളെ ചോദ്യം ചെയ്യുന്നത് അതിൻ്റെ കൂടെ പിതാവിനെ കൂടി ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഈ മാസപ്പടി കള്ളപ്പണ ഇടപാട് കേസിൽ വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ED അന്വേഷണം മുറുക്കുകയാണ്, നല്ല മുറുക്കി ടൈറ്റാക്കുകയാണ്. അച്ഛന് വേണ്ടിയാണ് മകൾ ഈ പണമൊക്കെ വാങ്ങിയത് എന്നത് സുവ്യക്തം. അത് കൃത്യമായ തെളിവുകളും രേഖകളും സഹിതം അതിൻ്റെ എല്ലാ തെളിവുകളും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും EDയുടെ കയ്യിലുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം കേൾക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനായ പ്രതിപക്ഷ നേതാവിന് തൽസ്ഥാനത്ത് തുടരാൻ ഒരിക്കലും പറ്റില്ല. പിണറായി വിജയൻ ഇറങ്ങിപ്പോകേണ്ടി വരും. അദ്ദേഹം MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കേണ്ടി വരും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, അതോടുകൂടി പാർട്ടിയിൽ ബിഗ് സീറോയായി, ഒന്നുമല്ലാത്തവനായി, ഒഴിവാക്കപ്പെട്ടവനായി, നിഷ്കാസിതനായി പിണറായി വിജയൻ എന്ന ഏകാധിപതി മാറും എന്നും വിലയിരുത്തപ്പെടുന്നു. തീർച്ചയായിട്ടും അതുതന്നെ സംഭവിക്കും. അച്ഛനെ ചോദ്യം ചെയ്യും, മകളെ ചോദ്യം ചെയ്യും. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല. അതോടുകൂടി പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിക്കും. ഇത്രയും കാലം കേരളത്തെ അടക്കി ഭരിച്ച, വാക്കിന് മറുവാക്കില്ലാത്ത വലിയ രാഷ്ട്രീയ നേതാവായി പാർട്ടി തന്നെ സ്വന്തമാക്കി, അല്ലെങ്കിൽ CPM എന്ന പാർട്ടി താൻ മാത്രമാണ് എന്ന് വരുത്തി തീർത്ത പിണറായി വിജയൻ, അദ്ദേഹം അരങ്ങൊഴിയുമ്പോൾ മരുമകനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാം എന്നുള്ള മോഹവും അതോടുകൂടി അസ്തമിക്കും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കരിമണൽ മാസപ്പടി കേസിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ആണ് ED ഇപ്പോൾ നൽകുന്നത്. അത് വീണ നടത്തിയ ഇടപാടല്ല, പിണറായി വിജയൻ നടത്തിയ കൊള്ളയാണ്. അച്ഛന് വേണ്ടി മകൾ നടത്തിയ ഇടപാടുകൾ മാത്രമാണ് എന്ന കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ചോദ്യം ചെയ്യലുകളും അന്വേഷണങ്ങളും ഒക്കെയായി പിണറായി വിജയൻ നടക്കേണ്ടി വന്നാൽ കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ശക്തമായ പ്രതിഷേധം ഉണ്ടാവുകയും ഇയാൾ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണം എന്ന ആവശ്യം ഉയരുകയും അവസാനം അത് സംഭവിക്കുകയും ചെയ്യും എന്ന് കരുതപ്പെടുന്നു. പകരം KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകും. അതോടുകൂടി പിണറായി വിജയൻ പാർട്ടിയിൽ ഒതുക്കും. അതോടുകൂടി മരുമകനും സൈഡാകും. പിണറായി വിജയനോടും മരുമകനോടും പാർട്ടിയിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കര കലിപ്പാണ്. പാർട്ടിയെ ഈ കോലത്തിൽ എത്തിച്ചത് ഇയാൾ മാത്രമാണ്, ഇയാളും ഇയാളുടെ കൂടെയുള്ളവരും മാത്രമാണ് എന്നുള്ള വിശ്വാസമാണ് പല പാർട്ടി സഖാക്കൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം വന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ എല്ലാവരും കൂടി ഇയാളെ ചവിട്ടിക്കൂട്ടും. അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയാണ് പാർട്ടിയിലെ പല ആളുകളും കാത്തിരിക്കുന്നത്. കൂടെയുണ്ട്, സംരക്ഷിക്കും എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. അത് അയാൾ തീറ്റയും വെള്ളവും കാശും കൊടുത്ത് കൂടെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് EDയെ തടയാനൊക്കെ എത്തിയത്. ആനയിക്കാൻ വിമാനത്തിലെ പരിചാരകർ വരാതെ വിമാനം അതിൻ്റെ വഴിക്ക് പോയതുപോലെ ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതെ പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടും. പിണറായി ഒതുങ്ങിയാൽ MV ഗോവിന്ദനും ഇറങ്ങിപ്പോകേണ്ടി വരും. കാരണം പിണറായിയുടെ തണലിൽ മാത്രമാണ് MV ഗോവിന്ദൻ നിലനിൽക്കുന്നത്. പിന്നെ പോയിട്ട് ആരാണ് പാർട്ടി നേതാവ് എന്നത് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി തന്നെ മാറും. ഒറ്റയൊരെണ്ണത്തിനെ ജനങ്ങൾക്ക് കണ്ടുകൂടാ. ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന, ജനങ്ങളുമായി സൗഹൃദം പങ്കിടുന്ന, ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഒറ്റ നേതാവ് പോലും ഈ പാർട്ടിയിൽ ഇല്ല. കണ്ണൂർ എന്ന പൊട്ടക്കുളത്തിൽ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ജയരാജന്മാരൊക്കെയാണ് ആകെയുള്ളത്. കേന്ദ്ര കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ട് ബേബി വന്ന് സംസ്ഥാന സെക്രട്ടറി ആകേണ്ടി വരും എന്നും വിലയിരുത്തപ്പെടുന്നു. പിന്നെയുള്ളത് ടീച്ചറമ്മയാണ്. ഭൂലോക ഉടായ്പുകാരനും പാർട്ടിയെ പറ്റിച്ച് ജീവിക്കുന്നവരുമായ റഹീം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുമുണ്ട്. നിലവിൽ ഇടതുപക്ഷവും CPMഉം ചെന്ന് നിൽക്കുന്ന സ്ഥിതിയാണ് ഇവിടെ വിവരിച്ചത്. ക്രിമിനലായ ഒരു മാഫിയ തലവനും അയാൾ കൂടെ കൂട്ടിയ കുറച്ച് ക്രിമിനലുകളെയും കൊണ്ട് ജനങ്ങളെ പറ്റിച്ച് അധികകാലം നാട് ഭരിക്കാനൊന്നും കഴിയില്ല, പ്രത്യേകിച്ചും കേരളം പോലെ ഒരു നാട്. പിണറായി വിജയൻ ക്രിമിനൽ ആയിരുന്നു, അഴിമതിക്കാരനായിരുന്നു, ദുർഭരണം നടത്തിയവനായിരുന്നു. ജനങ്ങൾ അയാളെ അത്രമേൽ വെറുത്തു. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ തോൽവിക്ക് കാരണം. കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ല, കൂടുതൽ പഠനങ്ങൾ ആവശ്യമില്ല, കൂടുതൽ തിരുത്തൽ നടപടികൾ ആവശ്യമില്ല. പിണറായി വിജയൻ എന്ന വ്യക്തി മാത്രമാണ്, അല്ലെങ്കിൽ അയാൾക്കൊപ്പം നിൽക്കുന്ന വിരലെണ്ണാവുന്ന MV ഗോവിന്ദനെ പോലുള്ള കുറേ ആളുകൾ മാത്രമാണ് ഈ വലിയ തോൽവിക്ക് കാരണം. ഇടതുപക്ഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന പലരും ഇയാൾ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് പുറത്തു പോകണം, ഇയാളെ ഒതുക്കണം, ഇയാൾ ഒന്നുമല്ലാതായി തീരണം എന്നാഗ്രഹിക്കുന്നു എന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരുന്നതല്ല, അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്.